ഹായ്, ഞാൻ ഷീബ. എല്ലാ കൂട്ടുകാർക്കും ഷീബാറസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മരം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ വളരെയധികം കോമൺ ആയിരുന്നു. ഇക്കാലത്ത് കൂട്ടുകാർക്കൊന്നും അങ്ങനെ അങ്ങോട്ട് അറിയാത്തൊരു മരമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ മരം പഴഞ്ചൊല്ലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏത് മരം എന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മരത്തിന് മുന്നിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ പേരാണ് കാഞ്ഞീരം. അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പപ്പനോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് പപ്പനോട് ചോദിച്ചാലോ? അപ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാഞ്ഞിരത്തിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. കാഞ്ഞിരം വളരെ കോമൺ ആയിട്ട് നമ്മളെ നാട്ടിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കാവുകളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റു ഉപയോഗമൊന്നും ഇല്ലാതെ നിൽക്കുന്ന പറമ്പുകളിലും കാട്ട് പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത്തരം മരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഈ കാഞ്ഞിരത്തിൻ്റെ മരം നമുക്കൊന്ന് കാണാം. താഴ്ന്നു തുടങ്ങുകയാണ്. അത്യാവശ്യം വണ്ണുണ്ട് മരം. ഇതാ ഒന്ന് പിടിച്ച ഇത്രയും മണ്ണുള്ള മരമാണ്. മുകളിലോട്ട് ഇങ്ങനെ ഒന്നും കണ്ടു നോക്കാം. നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതതിൻ്റെ ഒരു ബ്രാഞ്ച് താഴെ നിൽക്കുന്നതാണ്. ഇങ്ങനെ ഈ മരം ഇങ്ങനെ മുകളിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു സാധാരണ തെങ്ങിൻ്റെ ഒക്കെ ഹൈറ്റിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മരം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു വള്ളി ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് കാണാം. അതല്ല കേട്ടോ, ഇത് അതിന്മേൽ പടർന്ന് കയറുന്ന ചേമ്പിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടൊരു വള്ളിയാണ്. അത് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. എന്തായാലും ഈ മരത്തിൻ്റെ മുകളിലാണ് ഇലയുള്ളത്, താഴൊന്നുമില്ല. അപ്പോൾ ഇലകളൊക്കെ നമുക്കൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇത് ഹൈറ്റിലായതുകൊണ്ട് ഇതിൻ്റെ ഇല കാണാൻ കഴിയില്ലല്ലോ. ഒരു കമ്പ് ഒടിച്ചെടുത്തതാണ് കേട്ടോ. അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു തരം തിളക്കമുണ്ട് ഇലകൾക്ക്, കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. അതെ, നമുക്കൊന്ന് ഇല ഒന്ന് ശ്രദ്ധിച്ച് കാണാം. അതിൻ്റെ ശരിക്കും അതിൻ്റെ മിണ്ടിപ്പ് ഇങ്ങനെ വെയിന് പോലെ കാണുന്നുണ്ട്. ഇങ്ങനെ നടുവിൽ കൂടി രേഖ പോലെ കൃത്യമായിട്ട് കാണാം. പിന്നെ അതുപോലെ ഇതാണ് എൻ്റെ ഇലൻ്റെ മുകൾ ഭാഗം. അടിഭാഗം കൂടി നോക്കാം. അടിഭാഗം ഗ്ലേസിങ് കുറവാണ്. അവിടെ നല്ല തിളക്കാണ്, കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ഇല. യെസ് ഇതാണ് അതിൻ്റെ പ്രത്യേക ഷേപ്പ്. ശ്രദ്ധിച്ചു, നല്ല കളറാണ്. ഒരു ഇലയും കൂടി പൊട്ടിച്ചേ. ഇതിൻ്റെ ഇലൻ്റെ എന്നൊക്കെ ഈ ഇലകൾ വന്ന് നിൽക്കുന്ന രീതി കണ്ടില്ലേ? ഒരു തണ്ട് തന്നെ രണ്ടായിട്ട് ഇവിടെ ഇതിന് നമുക്ക് പ്രത്യേകം സ്പെഷ്യൽ കാഴ്ച ഉണ്ട്. ഇതിൻ്റെ അറ്റത്തൊരു കായ ഉണ്ടായിട്ട് നിൽക്കട്ടെ. കുഞ്ഞതാണ് കേട്ടോ, ചെറിയ കായാണ്. പക്ഷേ ഈ കായ ഏകദേശം ഒരു വലിപ്പം വെച്ച് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ ഒക്കെ അത്രത്തോളം വലിപ്പം വെക്കും. ഒരു ഓറഞ്ചും മഞ്ഞും കൂടി നല്ല ഭംഗിയുള്ള കളറാണ് ഉണ്ടാവുക. അതിനകത്ത് വിത്ത് ഉണ്ടാവും. ആ വിത്ത് നല്ല സ്പെഷ്യലാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിയെങ്കിലും കിട്ടില്ല. നല്ല തിളക്കമുള്ള ഒരു ബട്ടൺ പോലെയുള്ള ഒരു സ്പെഷ്യൽ, അതായത് കുരു പോലെയല്ല, ഒരു തകിട് പോലെ കനം വീതി കൂടുതലുള്ള കനം കുറഞ്ഞ ടൈപ്പ് ഒരു വിത്തായിട്ടാണ് ഉണ്ടാവുക. അവിടെ ഞങ്ങളിതിൻ്റെ താഴൊക്കെ അന്വേഷിച്ചു, കിട്ടിയിട്ടില്ല. എന്തായാലും അപ്പോൾ എന്തായാലും അതാണ് എൻ്റെ കുരു. ആ കുരു നല്ല സ്പെഷ്യലാണ്. നല്ല തിളക്കുണ്ടാവും. പിന്നെ ഒരു ഗ്രേ വൈറ്റ് കളറ്, ഇങ്ങനെ ഹെയറി പോലെ നല്ല സ്പെഷ്യലാണ് അതിൻ്റെ കുരു കാണാൻ, വിത്തുകൾ കാണാൻ, ഈ പഴത്തിനുള്ളിലുള്ള കുരുകൾ കാണാൻ. അതിന് പല പേരുകളൊക്കെ ഉണ്ട്. കേക്കർ ബട്ടനോ ഒക്കെ പല ഇംഗ്ലീഷിൽ പേരുകളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കൊടും വിഷമാണ് ഈ മരം. പ്രത്യേകിച്ചും ഇതിൻ്റെ കായ എന്നുള്ളത് അതികഠിനമായ വിഷമാണ്. അപ്പം ഇല്ല, തിന്നാൻ പാടില്ല. വിഷദ്രുമ എന്നെ പേര്, സംസ്കൃതത്തിലൊക്കെ അതിന് പേരുള്ളതിന് പോയിസണസ് എന്നുള്ള പര്യായം പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ ചില ആളുകളെ സ്വഭാവമുണ്ട്, ഭയങ്കര ദുഷ്ടന്മാർ. അവർ എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ദുഷ്ട സ്വഭാവം മാറൂല. അപ്പോൾ അതിന് ഒക്കെ ഒരു പഴഞ്ചൊല്ലായിട്ട് പറയും, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പു ശമിപ്പതുണ്ടോ എന്ന് വെച്ചാൽ, കാഞ്ഞിരം, കാരസ്കരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കാഞ്ഞിരമാണ്. കാഞ്ഞിരത്തിൻ്റെ കുരു പാലിലെടുത്ത് ഇട്ട് എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ കയ്പ് ഒരിക്കലും മാറൂല എന്ന്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയ കയ്പുള്ളതാണ്. ഇതിന് സ്ട്രിക്നിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇതിനകത്തുണ്ട്. അത് ഭയങ്കര കൊടും വിഷമാണ്. സ്ട്രിക്നോസ് നക്സ് വോമിക്ക എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പേര്, ശാസ്ത്രീയമായ നാമം. സ്ട്രിക്നോസ് നക്സ് വോമിക്ക ലൊഗാനിയേസിയ എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ അധികം
ചെടികളൊന്നും നമുക്ക് പരിചയമുള്ളതായിട്ട് കോമൺ ആയിട്ട് ഇല്ല. ഈ കുറച്ച് നല്ല ഭംഗിയുള്ള ഒന്ന് രണ്ട് ചെറിയ ചെടികളൊക്കെ നല്ല പൂവിരിയുന്ന ഒന്ന് രണ്ട് ചെടികളൊക്കെ ഉണ്ട്. എന്നാലും അത് അത്ര കോമൺ അല്ല. ഈ പിന്നെ ഇതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് അതിൻ്റെ കുടുംബത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, ലൊഗാനിയേസിയേ. അപ്പോൾ ഈ ചെടീൻ്റെ തന്നെ നമ്മൾ ഇതിൻ്റെ വിത്ത് വീണ് മുളച്ച ഒരു ചെറിയ തൈ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഇത് വിത്ത് വീണ് മുളച്ച് വന്നതാണ്. 2 ഇലയേ ഉള്ളൂ. ഇനി അടുത്ത മഴക്കാലത്തായിരിക്കും കൂടുതൽ പുഷ്ടിയോടെ അത് വളർന്ന് കയറുക. ഇപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ, മെയ് ജൂണൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ഉഷാറായി കഴിഞ്ഞാൽ നനഞ്ഞ് വളഞ്ഞ് നിർത്തത് വലിയ മരമായിട്ട് വരും. നേരത്തെ നമ്മൾ ചൊല്ല് പറഞ്ഞു. അപ്പോൾ ആ ചൊല്ലിന് സമാനമായിട്ട് നമ്മൾ പറയാം ഇല്ലേ, അട്ടയെ പിടിച്ച് മെത്തയെ കെടുത്തിയാൽ എന്ന് പറഞ്ഞ മാതിരി എന്തായാലും ഈ കൊടുംവിഷമുള്ള ചെടി നമ്മൾ അപൂർവമായിട്ട് നമ്മളെ ഹെർബൽ മെഡിസിന് അലോപ്പതിയല്ല മറ്റ് മെഡിസിൻ സിസ്റ്റത്തിലൊക്കെ ആ ചികിത്സാ ആയുർവേദം ഹോമിയോയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹോമിയോയിൽ ഇതിനെ നക്സോമിക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. നക്സ് എന്ന പേരിലുള്ള ഒരു മരുന്നായിട്ട് കിട്ടും. പിന്നെ ആയുർവേദത്തിലും പല ഉപയോഗങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ വിഷം അംശം നശിപ്പിച്ചിട്ട് വേണം ഇത് ചികിത്സിക്കാൻ ഉപയോഗിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലിലും മോരിലും എന്നൊക്കെ പറഞ്ഞ് പലതിലും ഇട്ടിട്ട് പല പ്രാവശ്യം ആവർത്തിച്ച് അതിൻ്റെ വിഷം അംശം കളഞ്ഞിട്ടാണ് ഇത്. അല്ലാതെ നമുക്ക് ഒരിക്കലും നേരിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. കൊടും വിഷമാണെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. മറ്റൊരു രസകരമായ കാര്യം, ഒരു പ്രയോഗമുണ്ട്, കാഞ്ഞിരത്തോണി എന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയെന്ന് പറഞ്ഞാൽ കാഞ്ഞിരത്തിൻ്റെ വലിയ മണ്ണുള്ള കാഞ്ഞിരം മുറിച്ചെടുത്ത് തോണി പോലെ അതിൻ്റെ ഉൾഭാഗം കുറച്ചെത്തി കളഞ്ഞ് അതിൽ ചില എണ്ണകളൊക്കെ നിറച്ച് അതിൽ ആൾക്കാരെ കടത്തി ചികിത്സിക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. എന്തായാലും അപ്പോൾ അങ്ങനെ ആയുർവേദ ആവശ്യത്തിലേക്ക് വലിയ വണ്ണമുള്ള കാഞ്ഞിരങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാഞ്ഞിരം വെട്ടിക്കൊണ്ടുപോകാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ശരിയായിരിക്കണം. പൂവുണ്ട്. പൂവെല്ലാം സ്റ്റേജ് കഴിഞ്ഞിട്ട് കായാണ്. പൂവിന്നല്ല കായ ഉണ്ടാവുന്നത്. പൂവിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ട് കായ ഉണ്ടാവുന്നതാണ് ഇത്. പൂവില്ലാത്ത ചെടികളുണ്ട് കേട്ടോ. അത് പറഞ്ഞതിൽ കറക്റ്റാണ്. ഈന്ത് പോലുള്ളതിന് പൂവില്ല, അത് കായേ ഉള്ളൂ. അതുപോലെ പല ചെടികളുണ്ട്. എന്തായാലും ഇതിന് പൂവുണ്ട്. പിന്നീട് കായായി മാറണം. അപ്പോൾ സീസണിൽ കായ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സീസണാണ്. ഇനി അത് വലിയ കായാവും. അപ്പോൾ ഈ വിഷമുള്ള ചെടികൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഈ ജുറാസിക് പാർക്ക് സിനിമയിൽ കണ്ടിട്ടില്ലേ? നമ്മൾ അതിൽ കുട്ടികളെ പിടിക്കാനായിട്ട് ഒരു ദിനോസർ ഇങ്ങനെ വരുന്നു. അപ്പോൾ ആ ദിനോസർ ഇപ്പോൾ ഇവരെ പിടിക്കുന്നു തോന്നുമ്പോൾ അപ്പം തന്നെ വലിയ ടീറക്സ് വന്ന് ആ ചെറിയ ദിനോസറുകളെ കഴിക്കുന്നു, കടിച്ച് തിന്നുന്നു. അപ്പോൾ അതിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. അതേ രീതിയിൽ ഒരു വിഷത്തിനെ വേറെ വിഷം കൊണ്ട് നമുക്ക് ശമിപ്പിക്കാം. ആ രീതിയിലാണ് ഇതുപോലത്തെ വിഷച്ചെടികളെ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കതും. എന്തിനാണ് ഈ വിഷച്ചെടികളായിട്ട് വിഷം ഈ മരങ്ങളിൽ ഉള്ളിലുണ്ടാകണമെന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആ ചെടികൾ അവയെ തിന്നുന്ന കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോ കെമിക്കൽസ് അതിൽ നിറച്ച് വെക്കണം. ആ അർത്ഥത്തിൽ ചെടികളൊക്കെ ഈ പല ചെടികളും അതങ്ങനെയാണ് മനുഷ്യന് ഉപയോഗപ്പെടുന്നത്. അതായത് അവർ കെമിക്കൽ ഫാക്ടറികളാണ്. പുതിയ ഐറ്റം മരുന്നുകൾ അല്ലെങ്കിൽ വിഷങ്ങൾ അവരെ ഇലകളിൽ കണ്ടെത്തി സൂക്ഷിക്കുന്നു. അപ്പോൾ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ പല ഗുണപ്രദമായ കെമിക്കലുകളും അവർ കണ്ടെത്തുകയാണ്. അതാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ രസകരമായ കാര്യം. പുതിയ കെമിക്കൽസിനെ കണ്ടെത്താൻ ചെടികൾ അത് പുതിയ രീതികൾ കണ്ടെത്തുമ്പോൾ പുതിയ ചെടികളായും പുതിയ സ്പീഷീസുകളായി മാറുന്നു. അതിൻ്റെ ഉപയോഗം മനുഷ്യൻ കണ്ടെത്തുന്നു, അങ്ങനെ മരുന്നാക്കി മാറ്റുന്നു. അതാണ് അതിൻ്റെ രീതി. പിന്നെ ചെറിയ 2 കായുണ്ട്. ഇനിയും കായുണ്ട് അല്ലേ? എന്തായാലും ഈ കായകൾ ഇനിയും വലുതാണ്. ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ, പക്ഷെ ഇത് കുറച്ച് ഇങ്ങനെ കളർ വേറെ. ആ കേടൊന്ന് നശിക്കാൻ പോകണമെന്ന് തോന്നുന്നു. സത്യത്തിൽ ഈ കാഞ്ഞിരം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ 2 മരങ്ങളുണ്ട്. കാഞ്ഞിരം ഉണ്ട്, പിന്നെ അത് നമ്മൾ കണ്ട മരമായിട്ടുള്ള കാഞ്ഞിരം, പിന്നെ വള്ളിക്കാഞ്ഞിരം എന്ന് പറഞ്ഞ പേരിലും ഒരു മരമുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ബന്ധപ്പെട്ട് ഈ കാഞ്ഞിരം എന്ന് പറഞ്ഞ പേരിൽ കേരളത്തിൽ 2 സ്ഥലങ്ങളുണ്ട്. അതുപോലെ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരമുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് വള്ളിക്കാഞ്ഞിരം എന്ന പേരിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അത് രസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. Until this is Shiva's channel. Take care. Thank you. Bye bye. Subscribe ചെയ്യാൻ മറക്കല്ലേ. Bye bye.